സാഹിത്യ ഭാഷ പരിശോധിച്ചാൽ കുണ്ടി ഒരു മോശം വാക്കല്ല. കുണ്ടി എന്ന പദത്തെ മാറ്റിപ്രയോഗിച്ച് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് നമ്മുടെ ഒരു വ്യവസായി അകത്ത് ആയിട്ടുമുണ്ട്. അതൊക്കെ ഒരു വശം. ഞാൻ പറഞ്ഞു വരുന്നത് RJ അഞ്ജലിയും RJ നിരഞ്ജനയും കൂടി ഒരു ബ്യൂട്ടീഷ്യനെ വിളിച്ച് അപമാനിച്ച സംഭവം സോഷ്യൽ മീഡിയ മാത്രമല്ല മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുകയാണ്. RJ അഞ്ജലിയെ തലങ്ങും വിലങ്ങും എല്ലാ ആളുകളും അധിക്ഷേപിക്കുന്നുണ്ട്. ഇവർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ RJ അഞ്ജലി പറയുന്നത് ആ പദം കുണ്ടി എന്ന പദപ്രയോഗമാണ് മോശമായി വന്നത്, അതുകൊണ്ടാണ് തനിക്കെതിരെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ആക്രമണം നടക്കുന്നത് എന്നാണ് അഞ്ജലി ആദ്യം കരുതിയത്. അവർ മീശമാധവനിലെ ആ ഒരു പ്രത്യേക സീനുണ്ടല്ലോ, കണി കാണിക്കുന്ന സീൻ, അതിനെക്കുറിച്ച് പറഞ്ഞ് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോള് എടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വന്നത്. പ്രാങ്ക് ചെയ്തത് അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്, ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞവർ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് മാപ്പ് പറയുന്ന വീഡിയോയും അരങ്ങത്ത് വന്നു. സോഷ്യൽ മീഡിയകളിൽ സജീവമാണ്. ആ വീഡിയോയ്ക്ക് താഴെയും കമൻറ്റുകൾ വന്നു. അവർ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചു. എന്നാൽ ആ വീഡിയോ ആകെ ഡൗൺലോഡ് ചെയ്ത് അതിന് അകത്ത് തോന്നിയതും തോന്നിയവാസവും എഴുതി പിടിപ്പിക്കുകയാണ് നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കളായ സോഷ്യൽ മീഡിയ വില്ലന്മാർ. അതും ഒറ്റൊരു വശം. ഇനി RJ അഞ്ജലിയാണോ RJ നിരഞ്ജനയാണോ ഇങ്ങനെ സംസാരിച്ചതെന്ന് ചോദിച്ചാൽ ആ വീഡിയോ കാണുമ്പോഴറിയാം. അവർ തമ്മിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. RJ അഞ്ജലിക്കാണ് ആരാധകർ കൂടുതൽ, RJ അഞ്ജലിയോടാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടവും. അതുകൊണ്ടാണ് RJ അഞ്ജലിയെ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്നത്. അഞ്ജലിയല്ല, നിരഞ്ജനയാണ് ഇക്കാര്യങ്ങൾ ചോദിച്ചത്. അങ്ങേ തലയിൽ സംസാരിച്ച ആ ബ്യൂട്ടീഷ്യൻ്റെ മാന്യതയും അവരുടെ വെൽ ബിഹേവിങ്ങുമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അവർ വലിയ പ്രതീക്ഷയോടുകൂടി കോൾ അറ്റൻഡ് ചെയ്യുന്നു. കല്യാണത്തിന് വിവാഹപ്പെണ്ണിനെ ഒരുക്കണം, ഞാനാണ് ആ വിവാഹപ്പെണ്ണ്, എനിക്ക് കയ്യിൽ മെഹന്തി ഇടാൻ എത്ര രൂപ, കാലിൽ മെഹന്തി ഇടാൻ എത്ര രൂപ, ഇനി എൻ്റെ പിന്നാമ്പുറത്ത് മെഹന്തി ഇടാൻ എത്ര രൂപ എന്ന് കേൾക്കുമ്പോൾ ആ ബ്യൂട്ടീഷ്യന്, ആ ലേഡിക്ക് മനസ്സിലാകുന്നു ഇത് ഒരു പറ്റിക്കൽ കോളാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. രണ്ടാമത് ഇവർ വിളിച്ചിട്ടത് പ്രാങ്കാണെന്നൊക്കെ പറയാൻ വേണ്ടി വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നുമില്ല. ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പദപ്രയോഗം മോശമാണ്. രണ്ട്, ഒരു തൊഴിൽ ചെയ്യുന്ന സ്ത്രീയെ, സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു സംരംഭകയെ ഇങ്ങനെ വിളിച്ച് അധിക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ? മൂന്നാമത് മറ്റൊരു കാര്യം, ഇതൊരു പുരുഷനാണ് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവൻ്റെ കട്ട പുകയായനെ. കാരണം സ്ത്രീപക്ഷവാദികളും ഫെമിനിസ്റ്റുകളും ചില ചേട്ടന്മാരുണ്ടല്ലോ, അണ്ണന്മാർ, ചേച്ചിമാർ എന്തെങ്കിലും പറഞ്ഞ് ഉടനെ കൊമ്പ് കോർത്ത് വരുന്ന അണ്ണന്മാരെല്ലാം കൂടി ഇറങ്ങി പാവപ്പെട്ടവനെ അറഞ്ചം പുറഞ്ചം ചെറി വിളിച്ച് അവനിപ്പോൾ അഴിക്കുള്ളിലാവുകയും ചെയ്തേനെ. അഞ്ജലിയുടെ ജീവിത കഥയൊക്കെ എഴുതി പലരും അഞ്ജലിയെ വെള്ളപൂശാനും ശ്രമിക്കുന്നുണ്ട്. അതിൽ മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് ഒരാൾ എഴുതിയ കുറിപ്പാണ്. അഞ്ജലി ഒരു പാവപ്പെട്ട വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അഞ്ജലിക്ക് സ്വന്തം വീടുണ്ടായിരുന്നില്ല. അഞ്ജലിയുടെ അമ്മായിയുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. അതിനുശേഷം 9ാം ക്ലാസ് വരെ അവിടെ തങ്ങി. അതിനുശേഷം ഒരു അമ്മാവൻ്റെ വീട്ടിൽ തങ്ങി പഠിച്ചു. +2 പഠിക്കുമ്പോഴാണ് അമ്മയ്ക്കൊപ്പം താമസിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. അമ്മ അഞ്ജലിയോട് മിണ്ടിയിരുന്നില്ല. പിന്നെ അമ്മയെ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണ് അഞ്ജലി ഇങ്ങനെ ബളബള വർത്തമാനം പറയാൻ തുടങ്ങിയത്. അഞ്ജലി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു വീടൊക്കെ വെച്ചത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒരു വശം. എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സ്ട്രഗിളും പ്രതിസന്ധികളും തരണം ചെയ്ത് മാത്രമേ പലരും ഉന്നതികളിൽ എത്തിയിട്ടുള്ളൂ. അഞ്ജലി അങ്ങനെ ഉന്നതിയിലെത്തിയ ഒരു താരമാണ്. ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്തു കൂടിയാണ് അഞ്ജലി. പക്ഷേ ഈ സംഭവങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ പ്രാങ്ക് കോളുകളുടെ ഒരു പൊതു സ്വഭാവം പരിശോധിച്ചാൽ സമൂഹത്തിലെ താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകൾ, സ്വയം പര്യാപ്തരാകാൻ ബേക്കറി കട നടത്തുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുന്നവർ, അല്ലെങ്കിൽ അധസ്ഥിത ആളുകൾ, അവരെയൊക്കെയാണ് വിളിച്ചിട്ട് ഈ കബളിപ്പിക്കുന്നത്. ഉന്നത കുലജാതന്മാരെയോ അല്ലെങ്കിൽ ഉന്നതന്മാരെയോ ഒന്നും ഇവരാരും കബളിപ്പിക്കാൻ പോകുന്നുമില്ല. ഇവർ പറയുന്നത് ഗൂഗിൾ ഫോമിലൂടെ ആരെങ്കിലുമൊക്കെ പേരും അഡ്രസ്സും ഒക്കെ ഫില്ല് ചെയ്ത് തരും. അതിൽ നിന്ന് റാൻഡമായിട്ട് സെലക്ട് ചെയ്ത ശേഷമാണ് ഇവരിങ്ങനെ വിളിക്കുന്നത് എന്നാണ് അഞ്ജലിയും നിരഞ്ജനയുമൊക്കെ ഈ മെഴുകി വാർക്കുന്നത്. ഏതായാലും അഞ്ജലി ആ ബ്യൂട്ടീഷ്യനോട് കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമായി പോയി എന്ന് തന്നെയാണ് ഈ സുഹൃത്തോ അല്ലെങ്കിൽ പരിചയക്കാരി എന്നുള്ള നിലയിൽ പോലും പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ശരിയായ രീതിയായിരുന്നില്ല. ഒന്ന്, കളിയാക്കണമെങ്കിൽ കളിയാക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അവരുടെ തൊഴിലിനെ വെച്ച് അധിക്ഷേപിക്കുമ്പോൾ, ആരുടെ ആണെങ്കിലും, അത് പുരുഷൻ്റെ ആണെങ്കിലും സ്ത്രീയുടെ ആണെങ്കിലും, അവരുടെ തൊഴിൽ ചേർത്ത് വെച്ച് ഇമാതിരി അധിക്ഷേപങ്ങൾ ചൊരിയുമ്പോൾ അത് മോശം പ്രവൃത്തി തന്നെയാണ് എന്ന് അഞ്ജലിക്ക് തിരിച്ചറിവുണ്ടായി എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അല്ലാതെ പൊങ്ങച്ചം കാണിച്ച് ഇരുന്നില്ലല്ലോ. ഉടനെ ക്ഷമ പറയാൻ തോന്നിയ ആ വലിയ മനസ്സിന് നന്ദിയുണ്ട്. ആ വലിയ മനസ്സ് ആരും കാണാതെ പോകരുത്. നിരഞ്ജന ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. നിരഞ്ജനയും ഒരുപക്ഷെങ്കിൽ രംഗത്ത് വരേണ്ടതാണ്. അഞ്ജലിയെ പിന്തുണച്ചെങ്കിലും നിരഞ്ജന രംഗത്ത് വരേണ്ടിയിരുന്നു. ഇതിപ്പോൾ കൂട്ടുക അവൾ നിരഞ്ജന ചോദിച്ചതാണ്. അഞ്ജലിയും ഒപ്പമുണ്ടായിരുന്നു. അഞ്ജലിയാണ് മുഴുവൻ ഇങ്ങനെ തെറിവിളി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി അഞ്ജലിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നൊരു വാദമുണ്ട്. അഞ്ജലിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നില്ല. അഞ്ജലി കഴിഞ്ഞ മാർച്ചിൽ തന്നെ
ജോലി രാജിവെച്ച് സ്വന്തം നിലയിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്, അതിനകത്ത് കാശും വാങ്ങുന്നുണ്ട്. ഇനി അഞ്ജലിയുടെ ഭർത്താവിൻ്റെ ജോലി സംബന്ധിച്ചും ആളുകൾ അധിക്ഷേപിക്കുന്നുണ്ട്. ആ ജോലി അഭിമാനകരമായി കൊണ്ട് നടക്കുന്നു, അവർ കുടുംബജീവിതവും സമാധാനമായി കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ വ്യക്തി ജീവിതത്തെ കടന്നാക്രമിക്കുന്നത് ശരിയായ രീതിയല്ല. അത് അവർ ചെയ്തതിൻ്റെ അതേ നാണയത്തിൽ തന്നെ അവരെ തിരിച്ചടിക്കുന്നത്. അതുകൊണ്ട് അഞ്ജലിയുടെ വ്യക്തി ജീവിതത്തെ അധിക്ഷേപിക്കാനോ അവരുടെ കുടുംബ പശ്ചാത്തലത്തെ അധിക്ഷേപിക്കാനോ അല്ല ആളുകൾ ശ്രമിക്കേണ്ടത്. അവർ ചെയ്ത തെറ്റിന് അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരാളെ ഇങ്ങനെ അറഞ്ചം പുറഞ്ചം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്താണ് ചെണ്ട പോലെ കൊട്ടിയിട്ട് പോകാനുള്ളതല്ല ആർ ജെ അഞ്ജലി എന്നുകൂടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അഞ്ജലിയുടെ ജീവിതകഥ എന്താണ് പറഞ്ഞിട്ട് അഞ്ജലിയെ കടന്നാക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവർ ചെയ്ത പ്രവൃത്തി മോശമായിപ്പോയി, അത് ഞാനും പറയുന്നു. അവരതിന് ക്ഷമ പറഞ്ഞു, ആ ക്ഷമയെ നമ്മൾ അംഗീകരിക്കണം. അല്ലാതെ ഇങ്ങനെ അവരെ പോകുന്ന പോക്കിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ ഓരോ അടി കൊടുത്തിട്ട് പോകാൻ പോലീസ് സ്റ്റേഷനിൽ വച്ചിരിക്കുന്ന ചെണ്ടയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഏതെങ്കിലും പാവം നിരപരാധിയോ ഒന്നുമല്ല അഞ്ജലി ഒരു സ്റ്റാൻഡേർഡുള്ള ആർ ജെ തന്നെയാണ്. പക്ഷെ അവരുടെ പ്രാങ്കിൽ വരുന്ന ഈ സമൂഹത്തിൻ്റെ ഈ മധ്യവർത്തികൾ പോലെ അതിനേക്കാൾ താഴെ നിൽക്കുന്ന സാധാരണക്കാരായിരിക്കും ഇവർ പലപ്പോഴും ഇരകളാക്കുന്നത്. അതൊരു വലിയ ചതിവാണ്, അത് സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. എങ്കിലും ഈ മറ്റൊരു വാക്ക് അഞ്ജലി ആദ്യം പറഞ്ഞില്ല, കുണ്ടി എന്ന വാക്ക് മോശമാണോ, ആ പദത്തിന് വലിയ മോശമൊന്നുമില്ല. പലരും അതിനെ ആ ഭാഗത്തെ അലങ്കരിച്ച് വെച്ച് പ്രദർശിപ്പിച്ച് പേരും പ്രശസ്തിയും പെരുമയും ഒക്കെ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് അവിടെ ഇച്ചിരി മെഹന്തി ഇട്ടാലും തെറ്റൊന്നും പറയാൻ പറ്റില്ല.